നമുക്കൊപ്പം AYFന്റെ പ്രതിനിധി സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനാണുള്ളത്. ജിസ്മോൻ, ബൃന്ദാക്കാരട്ട് അടക്കമുള്ളവർ പറഞ്ഞു കോൺഗ്രസിലെ MLA രാജിവെച്ചില്ല എന്നതുകൊണ്ട് CPMലെ MLA ഇത്തരമൊരു ആരോപണത്തിൻ്റെ കാര്യത്തിൽ രാജിവെക്കാൻ പാടില്ല. സാംസ്കാരിക പ്രവർത്തകർ, ഇടതുപക്ഷത്തുള്ള മറ്റ് സാംസ്കാരിക സാമൂഹ്യ നിരീക്ഷകർ ഇവരെല്ലാവരും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുമ്പോൾ ഇടതുമുന്നണിക്ക് ഒരുമിച്ച് നിന്ന് ഈ രാജി ആവശ്യം ഉന്നയിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ജിസ്മോൻ? തീർച്ചയായും ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാടുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ പല ചരിത്രവും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ സംഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി സ്ത്രീപക്ഷ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുകേഷിൻ്റെ വിഷയമായി മാത്രം ഞങ്ങൾ ഇതിനെ ഒതുക്കി കാണുന്നില്ല. കാരണം ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന കടുത്ത ചൂഷണങ്ങൾക്കെതിരായി അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്കെതിരായി ഒരു കമ്മിറ്റിയെ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുവാനും ആ മേഖലയിൽ അതിനകത്ത് ഒരു പരിശോധന നടത്തുവാനും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് ഇന്നിപ്പോൾ കേരളം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറിയത്. അപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള ധാരണ വന്നു. 4.5 വർഷക്കാലം ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. ഇടതുമുന്നണിയെക്കുറിച്ച് ധാരണ വന്നു. അല്ല, തീർച്ചയായും ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2018 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അധ്യക്ഷയായിട്ടുള്ളൊരു കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് സർക്കാർ. അതിനകത്ത് ചലച്ചിത്ര നടി ശാരദയുണ്ട്, അതുപോലെ തന്നെ മുൻ IAS ഉദ്യോഗസ്ഥരായിട്ടുള്ള KB വത്സരകുമാരി കൂടിയുണ്ട്. 2018 തീരുമാനിച്ച ഈ കമ്മിറ്റി 57 പേരെ കണ്ടുകൊണ്ട് അത് മൊഴിയെടുക്കുകയും ആ മൊഴി അടക്കം ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായി. ആ സംസ്ഥാന സർക്കാർ തീർച്ചയായും അത് പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഡിസംബർ മാസത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. 2024 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണോ സംസ്ഥാന സർക്കാർ അതിൽ അനങ്ങി തുടങ്ങിയത്? എവിടെയായിരുന്നു അന്നുവരെ CPI? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഭയിൽ വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഷാനിമോൾ ഉസ്മാൻ അല്ലേ? ആ വിഷയത്തിൽ നിങ്ങൾക്ക് CPI നിലപാട് അറിയിച്ചോ? ഇപ്പോൾ വന്നിരുന്ന ഈ കാര്യം പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ടി ജിസ്മോൻ? 4.5 വർഷത്തിന് ശേഷം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് AYFൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ അഭിപ്രായം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ചുമതലക്കാരുമാണ്, ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. ഞാനിപ്പോൾ AYFൻ്റെ ഭാരവാഹി എന്ന രീതിയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ AYFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ചലച്ചിത്ര അക്കാദമി അംഗം കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെ AYFൻ്റെ സംസ്ഥാന കമ്മിറ്റി വളരെ നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമായി ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരണം എന്നുള്ള അഭിപ്രായം വളരെ നേരത്തെ തന്നെ ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ